നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് സാമ്പത്തികാഭിവൃദ്ധി, വിദേശയാത്ര എല്ലാം നൽകുന്ന ഒരു ദിവസം. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന നക്ഷത്രക്കാർ ഇന്നത്തെ ദിവസം ഉണ്ട്. ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളുണ്ട്. ചിലത് ഭയങ്കര ഭാഗ്യമുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ള രാശികൾ ഏതാരുടെ എല്ലാമാണെന്ന് നോക്കാം. ഇതെല്ലാം നമുക്ക് തയ്യാറാക്കി അയച്ചു തന്നത് ജയറാണി ഇവിയാണ്. നമുക്ക് നോക്കാം. മേടം, അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് മേടം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ഭക്ഷണ സുഖവും നല്ല ഉറക്കവും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മധ്യാഹ്നം മുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവുണ്ടാകാൻ സാധ്യത. ഇത് ധനനഷ്ടത്തിനും ചിലപ്പോൾ മാനഹാനിക്കും കാരണമായേക്കാം. അതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുന്നത് ഉചിതമായിരിക്കും. ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശികളിൽ ചിലർക്ക് വിദേശയാത്രയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈ യാത്ര പ്രതീക്ഷിച്ചത്ര ഗുണകരമാകണം എന്നില്ല. ആയുധങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടാൻ അവസരമുണ്ടാകും. ഈ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മിഥുനം മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ ദിവസം മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും നല്ല അടുപ്പം പുലർത്താൻ സാധിക്കും. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം ചില ബന്ധുക്കളുമായി അകൽച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ തൊഴിൽപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും രോഗാവസ്ഥകളും ഫലത്തിൽ വരാം. അതിനാൽ എല്ലാ കാര്യങ്ങളിലും വിവേകത്തോടെ പെരുമാറുന്നത് നല്ലതാണ്. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിവസം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം, ധനലാഭം, മാനസിക സന്തോഷം, കീർത്തി, നല്ല ആരോഗ്യം, വിവാഹ ഭാഗ്യം എന്നിവയുണ്ടാകും. കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളുമായോ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഐക്യത്തിലും സ്നേഹത്തിലും കഴിയാനും അവസരമുണ്ടാകും. ഈ നല്ല സമയം പ്രയോജനപ്പെടുത്തുക. ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണിന്ന്. ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കണം. മധ്യാഹ്നം മുതൽ തൊഴിലിൽ വിജയം നേടാനും ധനനേട്ടങ്ങൾ കൈവരിക്കാനും സാധ്യതയുണ്ട്. ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഈ ദിനം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി. കന്നിരാശിക്കാർക്ക് ഇന്ന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും ക്ലേശങ്ങൾ വരാം. ഇതുകൂടാതെ തുടർച്ചയായ യാത്രകൾ വേണ്ടിവരികയും യാത്രകൾ ദോഷകരമായി ഭവിക്കുകയും ചെയ്തേക്കാം. സ്ത്രീകളുമായി ചില വിരോധങ്ങൾ ഉണ്ടാകാനും ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനും സാധ്യതയുണ്ട്. തുലാം ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ ദിവസം തുലാം രാശിക്കാർക്ക് ഗുണദോഷങ്ങൾ കലർന്ന ഫലമാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താനും ധനലാഭം നേടാനും സാധ്യതയുണ്ട്. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം മനസ്സമാധാനം കുറയുകയും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുകയും ചെയ്തേക്കാം. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ഉയർന്ന സ്ഥാനലബ്ധിയും മാന്യതയും പ്രസിദ്ധിയും ഉണ്ടാകും. ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മധ്യാഹ്നത്തിനു ശേഷം അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനാൽ ബന്ധങ്ങളിൽ വിവേകത്തോടെ ഇടപെടുന്നത് നല്ലതാണ്. ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളുമായോ കലഹവും വിരോധവും കേസുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടുകയും തൊഴിലിൽ വിജയം നേടാനും ധനലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വെല്ലുവിളികളെ ശ്രദ്ധയോടെ നേരിടുക. മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കാര്യതടസ്സങ്ങൾ, അനാവശ്യമായ ചെലവുകൾ, മാനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടാകാൻ സാധ്യത. യാത്രകളിൽ ദോഷകരമായ അനുഭവങ്ങൾ വരാനും അനാവശ്യമായ കോപം കാരണം പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെടാനും സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിവേകവും പാലിക്കുന്നത് നല്ലതാണ്. കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് ഇന്ന് ഗുണദോഷങ്ങൾ കലർന്ന ദിവസമാണ്. മനസ്സന്തോഷം, ഉയർന്ന പദവി, കീർത്തി, ധനലാഭം എന്നിവയുണ്ടാകും. എന്നാൽ മധ്യാഹ്നത്തിനു ശേഷം കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളുമായോ കലഹങ്ങളും വിരോധവും ഉണ്ടാകാനും നിയമപരമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ഇടപഴകുമ്പോൾ സംയമനം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് കാണുന്നത്. ദുഷിച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാകാനും ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. ചിലർക്ക് മാനഹാനിയും ധനനഷ്ടവും സംഭവിക്കാം. എന്നാൽ മധ്യാഹ്നത്തിനു ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും. അതിനാൽ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വിവേകപൂർവ്വം പെരുമാറുകയും ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212